പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. വളരെ മനോഹരമായ ഈ നല്ല സമയത്തിനായിട്ട് വീണ്ടും കർത്താവിന് നന്ദി കരയറ്റുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദിനങ്ങളെ കർത്താവ് നമുക്ക് സമ്മാനിച്ച് തന്നുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. വളരെ നല്ല മഴയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ഒരു സമയമാണല്ലോ ഇപ്പോൾ. കേരളം സംസ്ഥാനമൊട്ടാകെ നല്ല പെരുമഴ പെയ്തിറങ്ങി വയലുകളും കൃഷിപാടങ്ങളും ഒക്കെ നിറഞ്ഞൊഴുകി വളരെ അനുഗ്രഹപ്രദമായ നിലയിൽ ദൈവം നമുക്ക് തന്ന വർഷകാലത്തെ നാം സന്തോഷത്തോടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട നാളുകളാണിത്. ചിലയിടങ്ങളിൽ ചില അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഈ വെള്ളപ്പൊക്കം മുഖാന്തരം സംഭവിക്കുന്നുണ്ട്. എങ്കിലും ദൈവം അവിടെയൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യവും കരുതലുകളും അയച്ചുകൊണ്ട് ദൈവം തൻ്റെ മക്കളെ അവിടങ്ങളായി കാക്കുകയും കരുതുകയും ചെയ്യുന്നു. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഈ മഴക്കാലം ആരംഭിച്ച സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വീണ്ടും ഈ നല്ല തണുപ്പ് നിറഞ്ഞ നല്ല ഈ സമയത്ത് വീണ്ടും ഞാനത് ഓർമ്മിപ്പിക്കുന്നു. ഈ മഴക്കാലം, ഈ വർഷകാലം നമുക്ക് അനുഗ്രഹമാണ്. നന്മയ്ക്കായിട്ടാണ് ദൈവം ഈ മഴയും വെയിലും ശീതോഷ്ണവും ഒക്കെ നമുക്ക് തരുന്നത്. മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യന് വേണ്ടി മാത്രമല്ല, സർവ്വജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടും ദൈവം തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പ്രകൃതി സമ്മാനിച്ച് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് ഈ വർഷകാലം അഥവാ മഴക്കാലം. പ്രിയരെ, ഇത് നമുക്കൊരു നന്മയായി മാറട്ടെ. ഈ പെരുമഴക്കാലത്ത് പെയ്തിറങ്ങുന്ന നീർത്തുള്ളികൾ അത് തോടുകൾ നിറഞ്ഞു കവിഞ്ഞ് റോഡുകളിലേക്കൊഴുകി സന്തോഷവും ആശ്വാസവും സമാധാനവും പകർന്നുകൊണ്ട് അനേകർ നീന്തിത്തുടിച്ചും വെള്ളത്തിൽ അവരുടെ ഈ വെള്ളം നൽകുന്ന അനുഗ്രഹങ്ങളെ അവരെ അനുഭവിക്കുന്ന ഒരു സമയം കൂടെയാണല്ലോ. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ഈ മഴക്കാലത്തുള്ള നമ്മുടെ ഓരോ പ്രവർത്തന മേഖലകളിലും, ഓരോ കാര്യ പരിപാടികളിലും സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വർഷകാലം സന്തോഷത്തോടുകൂടെ നമുക്കിതിനെ നേരിടാനും അനുഭവിപ്പാനും ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും ഒരിക്കലും നാശത്തിനായിട്ടല്ല. ഈ മഴ, വെള്ളം, ഇത് നമ്മുടെ നന്മയാണ്. നമുക്ക് നന്മയ്ക്കായിട്ട് ദൈവം തരുന്നതാണ്. അത് നമുക്ക് അനുഗ്രഹമാകട്ടെ, സന്തോഷമാകട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതെ, ദൈവം നിങ്ങളെയൊക്കെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ മഴക്കാലത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനും കേൾക്കാനും ചെയ്യാനുമായിട്ടൊക്കെ ഉണ്ടല്ലോ. അതെ, എന്തുകൊണ്ടും നമുക്ക് എല്ലാ നിലകളിലും ഈ വർഷകാലം അനുഗ്രഹമാകട്ടെ, നന്മയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വിചിത്രമായ കാഴ്ചകൾ നമുക്ക് ഈ മഴക്കാലത്ത് പലയിടങ്ങളിലായിട്ട് നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പട്ടണങ്ങൾ പലതും
വെള്ളത്തിൽ മുങ്ങി 2018 സംഭവിച്ചതുപോലെയുള്ള സംഭവവികാസങ്ങൾ വീണ്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിട്ട് അരങ്ങേറിയത് നാം കണ്ടു. കുറേയൊക്കെ നഷ്ടങ്ങൾ അതിലൂടെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ നാം കാണുകയും അറിയുകയും ചെയ്യുന്നത് പോലെ തന്നെ. എങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ചില ശുദ്ധീകരണങ്ങളും ചില അനുഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് അത് തീരട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒന്നും ഒരിക്കലും ദോഷത്തിനായിട്ടല്ല, നമുക്ക് നന്മയ്ക്കായിട്ടാണ്. നമുക്കങ്ങനെ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന ഈ വിധത്തിലുള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകളെ സന്തോഷത്തോടെ അനുഭവിക്കുവാൻ, സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇടയാകട്ടെ. ഈ സമയത്ത് പല പകർച്ചവ്യാധികളും രോഗങ്ങളും ഒക്കെ ഉണ്ട്. പനി, ചുമ, അങ്ങനെയുള്ളതായിരിക്കുന്ന വൈറസ് ഫീവറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പനി ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് വാങ്ങിക്കണം. ആതുര ശുശ്രൂഷകൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്നത് നമുക്കത് ചെയ്യാൻ ആരും മടിക്കരുത്. എല്ലാ നിലകളിലും ഈ മഴക്കാലം, വർഷകാലം നമുക്ക് നന്മയാകട്ടെ. ചൂടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ മേഖലകളിലും നമുക്ക് ഒരുപാട് നന്മകൾ കർത്താവ് തരട്ടെ, ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഴയും വെള്ളപ്പൊക്കവും ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ യാത്രകളും ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ നമുക്ക് യാത്ര ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ നമുക്ക് കഴിയണം. എല്ലാ നിലകളിലും നമുക്ക് ഒരനുഗ്രഹമായിട്ടത് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം സമ്മാനിച്ച് നൽകുന്ന അനവധി അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഴക്കാലം. നമ്മളെത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. കാരണം കുറേ നാളുകൾക്ക് മുമ്പ് വളരെ ചൂടും ആവിയും കൊണ്ട് നമ്മുടെ ദേശങ്ങൾ പലതും നിറയപ്പെട്ടു. അതുകൊണ്ട് മഴ മാറിപ്പോകട്ടെ, മഴ എനിക്ക് വേണ്ട, വെള്ളം വേണ്ട എന്നൊന്നും പറഞ്ഞാലും വിഷമിക്കുകയോ ആശങ്കപ്പെടുകയോ ചെയ്യണ്ട. ഇത് നമുക്ക് നന്മയാണ്. എല്ലാം നമുക്ക് അനുഭവിക്കാൻ ദൈവം നമുക്ക് കനിഞ്ഞ് നൽകിയതാണ്. അതുകൊണ്ട് ചൂടും തണുപ്പും ഹിമവും ആവിയും മഞ്ഞും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ ഇടവരട്ടെ. ചൂടുകാലത്ത് നമ്മൾ ഒത്തിരി വീർപ്പ് മുട്ടിയിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൂളായിട്ട് നമുക്ക് എസിയോ ഫാനുകളോ ഒന്നുമില്ലാതെ നമുക്ക് തണുപ്പ് അനുഭവിക്കാൻ കഴിയുന്നു. ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇതിന് നമ്മളൊത്തിരി ദൈവത്തിന് നന്ദി പറയേണ്ടതായിട്ടിരിക്കുന്നു. ഒരുപാട് നന്ദി ഉള്ളവരായിട്ട് നമുക്ക് ഈ മഴക്കാലത്ത് മാറാം. രോഗങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഒരുപാട് ഭവനങ്ങളിൽ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവം നൽകി തന്ന ഈ നന്മകളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് ഒരുപാട് നന്ദി പറയണം. ഒരുപാട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം. അതിനായിട്ടുള്ള സമയങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ദൈവം നിങ്ങൾക്കെല്ലാവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ നൽകട്ടെ, ധാരാളം നന്മകളെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഈ ഭൂമിയിൽ നമ്മെ ജയത്തോടെ നടത്തട്ടെ എന്ന് ഞാൻ സമയം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്.
കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം ഓരോ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഒന്നിനെയും കണ്ട് ഒന്നും കേട്ട് നമ്മളും ക്ഷീണിക്കുകയോ മടുക്കുകയോ ഭയപ്പെടുകയോ ചെയ്യാതെ സന്തോഷത്തോടെ ഈ നന്മകളെല്ലാം തരുന്ന സർവശക്തൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടും നന്ദിയോടും കൂടെ ആയിരിക്കാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാം. ദൈവം കനിഞ്ഞു നൽകുന്ന ഈ വിലപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് നമുക്ക് മാറാം. ഓരോ ദിനങ്ങളും സന്തോഷത്തോടെ അനുഭവിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുകയും ദൈവവചനം പഠിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഈ സമയം ചിലവിടുകയും ചെയ്യാൻ നാം മറന്നു പോകരുത്. ഈ മഴയുടെ വർഷകാലത്തിൻ്റെ പ്രളയത്തിൻ്റെ സമയത്തും ദുരന്തങ്ങളും മറ്റും ഉരുൾപൊട്ടലുകളുമൊക്കെ നടക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ നടുവിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങലായി മാറുവാനും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനും മറ്റുള്ള വേദനകളിൽ ആശ്വാസമായി മാറാനും നമുക്കെല്ലാവർക്കും ഇടവരട്ടെ. നാം നൽകുന്ന ചെറിയ ചെറിയ കൈത്താങ്ങലുകൾ, നാം കൊടുക്കുന്ന ചെറിയ ചെറിയ കൈത്താങ്ങലുകൾ, നാം പറയുന്ന ആശ്വാസത്തിൻ്റെ വാക്കുകൾ പലർക്കും അത് നന്മയായും അനുഗ്രഹമായും തീരട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ, ചെറിയ ഭവനമാകട്ടെ വലിയ ഭവനമാകട്ടെ കൊച്ചു കുടിലുകളാകട്ടെ, അവിടെയൊക്കെ സന്തോഷത്തോടെ തികഞ്ഞ പ്രത്യാശയോടുകൂടെ ഉറങ്ങാനും ആ ഭവനങ്ങളിൽ സന്തോഷത്തോടുകൂടെ ആയിരിക്കാനും നമുക്കേവർക്കും ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാം. സാഹചര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനുള്ളിൽ സന്തോഷത്തോടെ ഈ വർഷകാലം നമുക്ക് ചിലവഴിക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. പ്രകൃതിയുടെ പ്രക്ഷോഭങ്ങളുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കാൻ, നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഫോൺ കോളുകളിലൂടെ, മെസ്സേജുകളിലൂടെ ഒക്കെ മറ്റുള്ളവരെ നമ്മുടെ വേദനകൾ അറിയിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സഹായിക്കാനും ഒക്കെ നമുക്ക് തയ്യാറാകാം. നമ്മുടെ ദൈവം നമുക്ക് തന്ന നല്ല ദാനങ്ങളെ മറ്റുള്ളവരുമായി പങ്കിടുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും ചേർത്ത് പിടിക്കുവാനും നമുക്ക് കഴിയട്ടെ. അതിനായി നമ്മുടെ സമയങ്ങൾ നമ്മൾ ചിലവഴിക്കാം. അതിനായി നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമുക്ക് കണ്ടെത്താം. ഒരു ചെറിയ കൈത്താങ്ങലുകളെങ്കിലും ചെയ്ത് ഈ സമയം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ, മറ്റുള്ളവർക്കൊരു നന്മയാകാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. നിശ്ചയമായും നാം ചെയ്യുന്ന ഈ ദാനങ്ങൾ, ഈ കർമ്മങ്ങൾ, ഈ സഹായങ്ങൾ, നാം ചെയ്യുന്ന ഈ ചെറിയ സഹായങ്ങൾ നിശ്ചയമായും അത് ദൈവരാജ്യത്തിൽ വലുതായിരിക്കും. അത് ദൈവം കണക്കിടാതിരിക്കുകയില്ല. നിശ്ചയമായി അതിന് നമുക്ക് പ്രതിഫലം ദൈവം തന്നിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുവാൻ നമുക്ക് സമർപ്പണമുള്ള ഒരു നല്ല മനസ്സും നല്ല ഹൃദയവും ദൈവം തരട്ടെ. നമുക്ക് അതിനുവേണ്ടി നല്ലത് കാഴ്ചവെക്കാൻ, നല്ലത് മറ്റുള്ളവരുടെ മധ്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്കതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ വൻകൃപകൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ദൈവം ധാരാളമായി ചൊരിയട്ടെ. ദൈവത്തിൻ്റെ ധന്യനാമം ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ
നിങ്ങളുടെ സഹോദരനും സ്നേഹിതനുമായ ബ്രദർ ഷാജി. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള ഈ സമയങ്ങളിൽ വീഡിയോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല നിയോഗങ്ങൾ ദൈവം തരുന്നത് ഞാൻ നന്ദി പറയുന്നു. നിശ്ചയമായും നിങ്ങളുടെ പ്രതികരണങ്ങൾക്കെല്ലാം ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. നിങ്ങളുടെ സ്നേഹിതർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ മീഡിയയിലും ഈ വീഡിയോസുകൾ ഷെയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇത് ഒരു കൈത്താങ്ങലായ അനുഗ്രഹമായി മാറുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ ഈ വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ ആശയങ്ങൾ കൈമാറുകയും ചെയ്യുക. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.